മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡീസിന്റെ ഇന്റിമേറ്റ് വാഷിനെ കുറിച്ചാണ്. അധികം ആരും ഷെയർ ചെയ്യാത്ത കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇന്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയില്ല. പിന്നെ ഇത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഉപയോഗിക്കുന്നവരിൽ പലർക്കും അറിയാത്ത കാര്യങ്ങളായിട്ടും ഉണ്ട്. പിന്നെ ചിലർ ഇത് എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. കാര്യം പ്രത്യേകിച്ച് ഇന്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടെൻഷനും പലർക്കും ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു പ്യൂർ ഹൈജീൻ വാഷാണ്. അപ്പോൾ വിപണിയിൽ ഇന്ന് നിലവിലുള്ള ഇന്റിമേറ്റ് വാഷുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഡെർമാഡിയോ VG വാഷ്, അതുപോലെ തന്നെ ക്ലിഞ്ചൻ വാഷ്, പിന്നെ ഇൻഡി വാഷ്, ലാക്ടാസിഡ്, പിന്നെ വി വാഷ്. ഈ വി വാഷ് ആയിരിക്കും ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയുന്നത്. കാര്യം വി വാഷ് ആണ് ഏറ്റവും കൂടുതൽ വിപണിയിൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് മറ്റുള്ള പ്രോഡക്റ്റുകളുമായിട്ട് ഈ വി വാഷിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വി വാഷിന് pH ബാലൻസ് 3.5 ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. pH ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ അല്ലെ, നമ്മുടെ എത്രത്തോളം ആസിഡിന്റെ ഇത് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ pH ബാലൻസ് തീർച്ചയായിട്ടും നമുക്കത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അതായിരിക്കണം ഒരു പക്ഷേ വി വാഷിന് എത്ര പ്രത്യേകത. അതുപോലെ തന്നെ ഡെർമാഡ്യൂലും pH ബാലൻസ് 4.5 ആണ്. അപ്പൊ ഓരോന്നിനും pH ബാലൻസ് ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇൻഡി വാഷിനും അതുപോലെ വി വാഷിന്റെ സെയിം തന്നെയാണ്, 3.5 തന്നെയാണ്. അതുപോലെ ക്ലിഞ്ചൻ വാഷ് വരുമ്പോൾ പിന്നെ അങ്ങോട്ട് കൂടി വരും. ഇപ്പം ലാക്ടാസിഡ് ആണെങ്കിൽ 5.2 ആണ്. നെക്സ്റ്റ് പറയാനുള്ളത്, ഇന്റിമേറ്റ് വാഷിൽ ഏതാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഏത് നമ്മൾ ഉപയോഗിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വി വാഷ് തന്നെയാണ് ഇന്റിമേറ്റ് വാഷിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ pH ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ 3.5 ആണ് മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്നും ഈ വി വാഷിനുള്ളത്. പിന്നെ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, 100% സോപ്പ് ഫ്രീ ആണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ഡെർമാഡിയോ എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെയാണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അതുപോലെ പാരബൻ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകത ഈ ഡെർമാഡിയോനും ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോരോ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം വിപണിയിൽ നമുക്ക് ഏതാണ് ഗുഡ്, ഏതാണ് നല്ലത് എന്നുള്ളത്, ബാക്കി പ്രത്യേകതകളൊന്നും നോക്കണ്ട, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാം. എല്ലാത്തിനും തന്നെ അതിൻ്റെതായ ഗുണമുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ഇന്റിമേറ്റ് വാഷ് കൊണ്ടുള്ള ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ടും അതായത് ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഇതുകൊണ്ടുള്ള ഉപയോഗം തന്നെയാണ്. പിന്നെ അതുപോലെ ഇറിറ്റേഷൻ, ഇച്ചിങ്, ബേണിംഗ് സെൻസേഷൻ, അതുപോലെ തന്നെ അൺപ്ലസന്റിങ് ഓർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതൊക്കെ പറയാനുള്ളത്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര ml എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്, വെള്ളം ചേർക്കണോ വെള്ളം ചേർക്കാതെയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ലിക്വിഡിന്റെ ഒരു 5 ml അല്ലെങ്കിൽ ഫ്യൂ ഡ്രോപ്സ്, ഒരു 4 5 തുള്ളി ഫ്യൂ ഡ്രോപ്സ് അല്ലെങ്കിൽ 5 ml എടുക്കുക. നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ നല്ല രീതിയിൽ അത് എന്താ പറയുക, സ്ക്രബ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ്, ഒരു 2-3 സെക്കൻഡ്സ് കഴിയുമ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. ഒരു റിഫ്രഷിങ്, ലോങ് ലാസ്റ്റിംഗ് റിഫ്രഷിങ് നമുക്ക് ഉണ്ടാകും, ഫ്രാഗ്രൻസ് ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രധാന പ്രത്യേകത തന്നെയാണ്. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വേറെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് 2 നേരം യൂസ് ചെയ്താൽ മതി കേട്ടോ. രാവിലെ ആണെങ്കിൽ രാവിലെ, രാത്രി ആണെങ്കിൽ രാത്രി. ഇപ്പം ഒരു നേരം ആണെങ്കിലും മതി. ഡെയിലി ഒരു നേരം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഡെയിലി ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെയും നോക്കാം എന്താണെങ്കിലും. നെക്സ്റ്റ് നിങ്ങളുടെ കൺഫ്യൂഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ആണ് കേട്ടോ, ഡ്രൈനെസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ബേണിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ മാത്രം, അത് വളരെ റയറായിട്ട് മാത്രം. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഫ്യൂ ഡ്രോപ്സ് ഉപയോഗിച്ച് കൊണ്ട് ഇത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെ എന്താ പറയുക, സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി ആണ് ഈ പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊന്നും ആർക്കും വേണ്ട. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ വിപണിയിൽ അവൈലബിൾ ആകുന്നത് നമുക്കൊക്കെ ഭയങ്കര ഉപയോഗമാണ്. കാര്യം ഒരുപാട് പേർക്ക് ഈ വക പ്രോബ്ലംസ് ഒക്കെ നേരിടുന്നത്. ഇപ്പോൾ പീരീഡ്സ് ടൈമിൽ ഇപ്പോഴും പാഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പീരീഡ്സ് ആവുന്ന ടൈമിന് എന്തുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഉപയോഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റിമേറ്റ് വാഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെതായ രീതിയിൽ ഇത് ഭയങ്കര ബെനിഫിറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം.